അമേരിക്കയിലെ കാലിഫോർണിയയിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം. ഖാലിസ്ഥാൻ അനുകൂലികളാണ് അക്രമം നടത്തിയത്. ക്ഷേത്ര ചുമരുകൾ കരുതേച്ച് വികൃതമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യങ്ങൾ എഴുതിയിടുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധവുമായി ഹിന്ദു സമൂഹവും രംഗത്തെത്തി. 3 വർഷങ്ങൾക്കിടെ US-ൽ 10 ക്ഷേത്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് എന്നുള്ള കണക്കും പുറത്തു വരികയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഖാലിസ്ഥാൻവാദികൾ അതായത് കാലിഫോർണിയയിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. അവിടെ അവർ ക്ഷേത്ര ചുമരുകളിൽ ഭാരതവിരുദ്ധ നരേന്ദ്രമോദി വിരുദ്ധ മുദ്രാവാക്യങ്ങളും എഴുതി വച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഐസൺ. തീർച്ചയായും വിനോദ്, ഈ അടുത്ത ദിവസങ്ങളിലായി ഉണ്ടായ ചില സംഭവങ്ങളുടെ അല്ലെങ്കിൽ ഒരു അവസാന ആവർത്തനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ബാപ്സ് ടെമ്പിൾ, ഷീനോ ഹിൽസിലെ ബാപ്സ് ടെമ്പിൾസിന് മുകളിൽ ഇത്തരത്തിലുള്ള വലിയ തോതിൽ ഈ മുദ്രാവാക്യങ്ങൾ എഴുതുക അല്ലെങ്കിൽ നിഷേധാത്മകമായ ചില നിലപാടുകൾ എഴുതി വയ്ക്കുക, അത്തരത്തിൽ പെട്ടെന്ന് എഴുതി വയ്ക്കുന്ന ഒരു രീതി കണ്ടത്. ഇത്തരത്തിൽ നിരവധി ക്ഷേത്രങ്ങളിൽ സമാനമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നരേന്ദ്രമോദിക്കെതിരായ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരായ അധിക്ഷേപ വചനങ്ങൾ എഴുതി വയ്ക്കുക, അതും ഒരു ക്ഷേത്രത്തിൻ്റെ പവിത്രമായ ക്ഷേത്രത്തിൻ്റെ ചുമരിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ എഴുതി വയ്ക്കുക എന്ന ഒരു നിന്ദ്യമായ രീതിയാണ് ഖാലിസ്ഥാൻവാദികൾ അമേരിക്കയിൽ പിന്തുടരുന്നത്. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത് മാർച്ച് 8-ന് അല്ലെങ്കിൽ ഇന്നലെ ഈ സംഭവം ഉണ്ടായത് ഇതിന് തൊട്ട് മുമ്പ്, അതായത് 2022 മുതൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള 10ഓളം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ 8 ആക്രമണങ്ങൾ നടന്നത് കാലിഫോർണിയയിൽ തന്നെയാണ് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ നടപടികളെല്ലാം തന്നെ നിയമപരമായി ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടി ഇത് തുടർച്ചയായി ആവർത്തിക്കുന്ന ഒരു രീതിയാണ്. പല ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഒരു പ്രത്യേക പ്രദേശത്ത് സിഖ് വംശജരും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുമെല്ലാമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു ഭീതിജനകമായ സാഹചര്യം ഉണ്ടാക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു സാമൂഹ്യ സൗഹൃദത്തെ അല്ലെങ്കിൽ ഒരു സാമുദായിക സൗഹൃദത്തെ തകർക്കുക എന്നൊരു നീക്കമാണ് നടക്കുന്നത് എന്ന ആരോപണമാണ് ഹിന്ദു സമൂഹങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, 2022-ൽ തുളസി മന്ദിർ, അതായത് ന്യൂയോർക്കിലെ തുളസി മന്ദിറിലാണ് ആക്രമണം നടന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആക്രമണം നടന്ന ബാപ്സിൻ്റെ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. കാലിഫോർണിയയിലെ സക്രമെൻറ്റോയിലും ഷീനോ ഹിൽസിലും അതുപോലെ തന്നെ ന്യൂയോർക്കിലും എല്ലാം തന്നെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ ആക്ഷേപവചനങ്ങൾ എഴുതി വയ്ക്കുക, ക്ഷേത്രത്തിൻ്റെ ചുവരുകൾ വൃത്തികേടാക്കുക, അത്തരത്തിലൊരു പ്രതിഷേധ ശൈലി അല്ലെങ്കിൽ ഒരു ശൈലി പിന്തുടരുന്നത് സ്വാഭാവികമായും ഖാലിസ്ഥാൻവാദികളുടെ ഒരു രീതിയാണ്. ഖാലിസ്ഥാൻവാദികൾ ഹിന്ദു മതത്തെ അവഹേളിക്കുക, ഭാരതത്തെ അവഹേളിക്കുക, അതുവഴി ഒരു സ്വതന്ത്ര ഖാലിസ്ഥാൻ രൂപീകരിക്കുക എന്നൊരു ലക്ഷ്യം കൃത്യമായി നടപ്പാക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയിലും കാനഡയിലും ബ്രിട്ടനിലും എല്ലാം തന്നെ ഇത്തരത്തിൽ ഖാലിസ്ഥാൻവാദികൾ തമ്പടിച്ച ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഖാലിസ്ഥാൻവാദികൾ സ്വാഭാവികമായും അവിടെ കാലങ്ങളായുള്ള അവരുടെ മുൻഗാമികൾക്ക് പിറകെ അവിടെ എത്തുകയും അവിടെ ഖാലിസ്ഥാൻവാദത്തിന് ശക്തി പകരുന്ന നീക്കങ്ങൾ നടത്തുകയും അവിടെ നിന്നുള്ള പണം കൊണ്ട് ഖാലിസ്ഥാൻവാദം വ്യാപകമായി നടത്തുകയും ചെയ്യുന്നൊരു രീതി നിലനിൽക്കുന്നുണ്ട്. പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അവിടെ. ഇക്കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലുണ്ടായ ജയശങ്കറിന് നേരെയുള്ള അതിക്രമം ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഖാലിസ്ഥാൻവാദികളുടെ ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തെളിവാണ്. അത് ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ ചില രാജ്യങ്ങളിൽ, അത് കാനഡയിലെല്ലാം തന്നെ ഈ ഖാലിസ്ഥാൻവാദികളുടെ നീക്കങ്ങൾക്ക് ഒരു പിന്തുണ നൽകുന്നൊരു സാഹചര്യം പോലും ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നത്, ഈ ഖാലിസ്ഥാൻവാദികൾ ആക്രമണങ്ങൾ നടത്തുന്നത് ഒരു അരക്ഷിതാവസ്ഥ മേഖലയിൽ സൃഷ്ടിക്കുക, അതുവഴി ഭാരതത്തിൻ്റെ ആ ഒരു അന്തസ്സിനെ തന്നെ ഇകഴ്ത്തി കാണിക്കുക എന്ന ഒരു കൃത്യമായ ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. കാലിഫോർണിയയിൽ മാത്രം 8ഓളം ക്ഷേത്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ 3 വർഷത്തിനിടെ ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കേണ്ടത് കൃത്യമായ ഒരു ആസൂത്രണം ഇതിന് പിന്നിലുണ്ട് എന്നാണ്. തുടർച്ചയായി ഈ സംഭവങ്ങൾ ആവർത്തിക്കുകയും അത് ക്ഷേത്രങ്ങൾക്ക് നേരെ ഉണ്ടാവുകയും അതിൽ ഭാരതവിരുദ്ധ മുദ്രാവാക്യങ്ങളും പ്രധാനമന്ത്രിക്കെതിരായ മുദ്രാവാക്യങ്ങളും എല്ലാം എഴുതി ചേർക്കുന്നത് വലിയൊരു ഖാലിസ്ഥാൻ വിഘടനവാദ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം നീക്കങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള എതിർപ്പാണ് ഹിന്ദു സമൂഹത്തിൻ്റെ, അമേരിക്കയിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. അത്തരം നീക്കങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ ഓരോ ചുവരുകളായാലും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഓരോ പ്രദേശങ്ങളും ഓരോ തരത്തിൽ അതിൻ്റെ പവിത്രതയെ തെളിയിക്കുന്ന, അടയാളപ്പെടുത്തുന്ന പ്രദേശങ്ങളാണ് അല്ലെങ്കിൽ ഓരോ നിർമ്മിതികളാണ്. ആ നിർമ്മിതികളെല്ലാം തന്നെ ഇത്തരത്തിൽ വൃത്തികേടാക്കുന്നൊരു നീക്കം, അതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. ക്ഷേത്രങ്ങൾ വൃത്തികേടാക്കുക അല്ലെങ്കിൽ ആ ശില്പ സൗന്ദര്യത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത്തരത്തിലുള്ള തെറ്റായ ആശയപ്രചരണം നടത്തുകയും ചെയ്യുക എന്നതാണ് വലിയൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു തെറ്റായി ഖാലിസ്ഥാൻവാദികൾ ചെയ്യുന്നതായി ഇപ്പോൾ ഹിന്ദു സമൂഹം വിലയിരുത്തുന്നത്. തീർച്ചയായും കാലിഫോർണിയയിലാണ് ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഖാലിസ്ഥാൻ അനുകൂലികളാണ് ക്ഷേത്ര ചുമരുകൾ കരുതേച്ച് വികൃതമാക്കി ഭാരതവിരുദ്ധ മുദ്രാവാക്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇത്തരത്തിൽ 10ഓളം ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഐസൺ ജോസ് പങ്കുവച്ചത്.